സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാൻ മലയൻകിരി പുരുഷോത്തമൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വ്യാഴമാറ്റം 2024 മെയ് 1 മുതൽ 2025 മെയ് വരെയുള്ള ധനുരാശിയിൽ ഉള്ള പൂരാടം നക്ഷത്രത്തിന് ജാതകർക്കും അവരുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും അവരെ ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവരെ പൂർവിക ദൈവത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ പൂർവികമായ കുടുംബ സന്തോഷത്തിൻ്റെയും കുടുംബ ദുരിതങ്ങളുടെയും ഇവരുടെ തൊഴിൽ, വിവാഹ, സന്താനം, ഗ്രഹം എന്നിവയുടെ ദോഷ ഗുണഫലങ്ങളെ പറ്റി ചിന്തിക്കുകയാണ്. അപ്പോൾ നാം ഇവിടെ ആദ്യമായി ധനുരാശിയിൽ നിൽക്കുന്ന വ്യാഴന്റെ കാര്യം. എല്ലാവരും വ്യാഴം മറഞ്ഞു നിൽക്കുന്നു, അതുകൊണ്ട് ശരിയാണ്, രോഗം വരും, കടങ്ങൾ വരും, നഷ്ടം വരും, ശത്രുക്കളിൽ നിന്നുള്ള ദുരിതങ്ങൾ വരും, മോഷണങ്ങൾ വരും എന്നെല്ലാം പറയുന്നു. ഇതെല്ലാം ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. അവിടെ ധനുവും മീനവും വ്യാഴന്റെ ക്ഷേത്രവും ചന്ദ്രന്റെ സ്ഥിതിയും കൂടെ ഉള്ളത് കൊണ്ട് ഒരു സന്തോഷം നമുക്ക് പറയാം. ആ ചന്ദ്രൻ അവിടെ നിൽക്കുന്നു, വ്യാഴന്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കും പോലെയുള്ള ദോഷങ്ങളൊന്നും വരികയില്ല. എങ്കിലും ആദ്യമായി സന്താനങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. സന്താനങ്ങൾക്ക് ചിലപ്പോൾ സ്ഥാനമാറ്റങ്ങളും പഠനത്തിന് വേണ്ടി വിദേശത്ത് പോവുകയും അല്ലെങ്കിൽ സ്ഥാനം മാറി നിൽക്കുകയും ചെയ്യേണ്ടി വരും. അവർക്ക് വിദ്യയിൽ നാം ശ്രദ്ധ കൊടുത്തുകൊള്ളണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ചിലവുകൾ കൂടിയിരിക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഠന ചിലവ്, വലിയവർക്കാണെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉള്ളവർക്കാണെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുന്നതിനുള്ള പണം കണ്ടെത്തൽ. ഇതെല്ലാം ഗൃഹസ്ഥ ആശ്രമികൾക്ക്, അതായത് അച്ഛനും അമ്മയ്ക്കും, ഏതാണ്ട് പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധ വരുത്തണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ധനത്തിന് അവിടെ കുറവ് വരുന്നു. രണ്ടാമത്തെ കാര്യം, പൊതുവെ വ്യാഴൻ ഇവർക്ക് 5-ാം ഇടത്ത് നിന്നു പുണ്യസ്ഥാനം, അതിൽ നിന്ന് 6-ലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഒരവസ്ഥ, എല്ലാത്തിനും ഒരു മടി സ്വഭാവം, സങ്കട മനസ്സ്, കാര്യമില്ലാതെ ചിന്ത, ജലദോഷം, കഫരോഗം, പിന്നെ ചിലപ്പോൾ കൂട്ടുകാർ പിണങ്ങാം, ശത്രു മിത്രവും മിത്രം ശത്രുവും, വേണ്ടപ്പെട്ടവരിൽ നിന്ന് നിസാര കാര്യങ്ങൾക്ക് ഒരു അകൽച്ച വരും. അഥവാ ഉടനെ പരിഹരിക്കാൻ ഈശ്വരൻ അവരെ സഹായിക്കും. അതുപോലെ ധനനഷ്ടങ്ങൾ വരുമെന്ന് ശാസ്ത്രം പറയുന്നു എങ്കിലും ഈ ധനനഷ്ടത്തിന് വലിയ കേടുകളോ ദോഷങ്ങളോ ഉണ്ടാക്കുകയില്ല. കഴിഞ്ഞ വർഷമോ അതിന് മുന്നേയുള്ള വർഷത്തോ ഇവർ നേടിയെടുത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കി. അത് താൽക്കാലികമായി കിട്ടേണ്ട സമയത്തും അല്ലെങ്കിൽ കൊടുക്കേണ്ടവരും കൊടുക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ അതവിടെ ധനനഷ്ടമായി ഭവിക്കുന്നു. അത് മെല്ലെ മെല്ലെ ഇവർക്ക് വന്നു ചേരും. അതുപോലെ കച്ചവട സംബന്ധമായി ഈ പലരും ഉണ്ടല്ലോ, അവർക്ക് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഈ ബിസിനസ്സുകളിൽ വളരെ ശ്രദ്ധ വേണം. അതുപോലെ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള തൊഴിലുകൾ ചെയ്യുമ്പോഴും കൂടുതൽ മുടക്കി ചെയ്യേണ്ടതില്ല. ഉള്ളത് വെച്ച് ചെയ്യാൻ സാധിക്കാൻ ആകിലും ശ്രമിക്കണം. പൊതുവെ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ ഇവർക്ക് സമയം അല്ലെങ്കിൽ സാമ്പത്തിക ദുരിതങ്ങളും സന്താനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെ കൊണ്ടോ ചെറിയ ചെറിയ പ്രയാസങ്ങൾ അനുഭവിക്കും. എങ്കിലും വിഷമിക്കാൻ യാതൊന്നും തന്നെ ഇല്ല. പൊതുവെ ഇവർക്ക് 3-ൽ ശനി ബലമായി നിൽക്കുന്നു. അതുകൊണ്ട്
ആയുരാരോഗ്യ പുഷ്ടിയും പഴയ ഭൂമി ലാഭവും ഉണ്ടാകും. പഴയ ഭൂമി എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ വിറ്റും പല ദോഷമായ സാമ്പത്തിക അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കും. അത് ശേഷമുള്ള പൈസയ്ക്ക് ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് പുതിയ ഭൂമികൾ വാങ്ങാനും സാധിക്കും. അതുപോലെ തന്നെ നല്ല സർപ്പദസ്ഥിതി മൂലം ഗ്രഹത്തിന് വേണ്ടിയോ മാതാവിന് വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബ ബന്ധുക്കൾക്ക് വേണ്ടിയോ അല്പം പൈസ ചിലവാക്കേണ്ട ഒരു കാലഘട്ടവും ആകുന്നു. അതുപോലെ വ്യാഴൻ 6-ൽ നിൽക്കുന്നു. 6 രോഗം, ദുരിതം, കടമെന്നൊക്കെ പറയും. എങ്കിലും വ്യാഴൻ അവിടെ വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല. കാരണം കർമ്മസ്ഥാനത്തെ കേതു ഇവർക്ക് ഒരു നഷ്ടം വന്നാൽ മറു രീതിയിൽ അവരുടെ അധ്വാനവും പ്രയത്നവും കഴിവും കൊണ്ട് വേറെ രീതിക്ക് ഇവർക്ക് കർമ്മസ്ഥാനം ബലമായതുകൊണ്ട് കർമ്മം ചെയ്ത് തന്നെ അധ്വാനം കൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങളെ കൂടുകയേ ഉള്ളൂ. പൂരാട നക്ഷത്രം പൊതുവെ ഒരു ദൈവനക്ഷത്രം പോലെ നമുക്ക് പറയാം. സാത്വിക ഭാവം അവരിൽ ഉടലെടുക്കും. കാരണം ശുക്രദശയിലാണല്ലോ ഇവർ ജനിക്കുന്നത്. ഇവർ മുഖശോഭയുള്ളവരും ശാരീരികമായും മാനസികമായും വികസനമുള്ളവരും വിദ്യയിൽ നിപുണരും കലയിൽ അതീവ താല്പര്യമുള്ളവരുമായിരിക്കും. പല കലാകാരന്മാരും ചിത്രരചനക്കാരും എഴുത്തുകാരും ഗാനരചയിതാക്കളും അഭിനയ സാമ്രാട്ടുകളും എല്ലാം ഈ കൂറിൽ ജനിച്ചതായി കാണപ്പെടുന്നു. അതുകൊണ്ട് ഈ പല ഗ്രന്ഥരചന നടത്തുന്നവരും അല്ലെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുന്നതും സെപ്റ്റംബർ കഴിഞ്ഞിട്ട് നടത്തുന്നതാണ് അവർക്ക് നന്നായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചില തൊഴിൽ ലഭിച്ചവർ പോകാതെ ഇരിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വേറെ തൊഴിലുകൾ ലഭിക്കുകയും ആ തൊഴിലിൽ നിന്ന് ധാരാളം ധനസമ്പാദ്യം ചെയ്യുവാനും സാധിക്കും. ഇപ്പോൾ ജീവിക്കുവാനുള്ള സാമ്പത്തികം അവർക്ക് ഇതിൽ നിന്നും കിട്ടുന്ന തൊഴിലിൽ നിന്നും ലഭിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും മധ്യമ സുഖം, മധ്യമ ഭാഗ്യം, മധ്യമ ഐശ്വര്യം എന്നിവ ഉണ്ടാകും. പല രീതിയിലുള്ള തൊഴിൽ നാം നടത്തുന്നല്ലോ. ആ തൊഴിലിൽ നിന്ന് ധനം മുടക്കാത്ത തൊഴിലുകളിൽ നിന്ന് ജീവിക്കാനുള്ള വകയും ധനം മുടക്കിയ തൊഴിലുകളിൽ ഇവർക്ക് ഇടവിട്ട് പരാജയങ്ങൾ വരും. എങ്കിലും മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ദേവിയുടെയും സഹായം കൊണ്ട് ഇവയെല്ലാം പരിഹരിച്ച് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ സാധിക്കും. വിവാഹ നിശ്ചയം ആക്കുന്നവർക്ക് ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ പോകാം. അത് കഴിഞ്ഞിട്ട് വിവാഹം നടത്തിയാൽ സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുകയും ചിലപ്പോൾ വിവാഹം നടത്താൻ പോകുന്ന അവർക്ക് ഉദ്യോഗം അല്ലെങ്കിൽ അതുപോലെയുള്ള വിദേശവാസം എല്ലാം ലഭിക്കുവാനും ഉള്ള യോഗം വരുന്നു. സന്താനങ്ങൾക്ക് വേണ്ടി ചികിത്സയോ മറ്റുമൊക്കെ നടത്തുന്നവർക്കും സന്താനം ലഭിക്കുവാനുള്ള യോഗവും വന്നു ചേരും. അതായത് ഇന്നു മുതൽ 4.5 മാസത്തിന് ശേഷം. അതുപോലെ ഗ്രഹം ഏതാണ്ട് പൂർത്തിയാകാനുള്ളവർ കടം വാങ്ങി അതിലേക്ക് ശ്രമിക്കില്ല. തുലാമാസത്തിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും. അതായത് നവംബർ, ഡിസംബറിന് ശേഷം നടത്തി കഴിഞ്ഞാൽ അതിനെ പൂർത്തീകരിച്ച് കൊണ്ടുപോകുന്നത് ഉത്തമമായിരിക്കും. ചിലർക്ക് വീട് കൊണ്ട് ദോഷങ്ങൾ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ അത് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അറിവുള്ള ഒരു തച്ചുശാസ്ത്ര വിദഗ്ധനെ കാണിച്ച് എന്തെങ്കിലും ദോഷങ്ങൾ വീട്ടിനുണ്ടോ എന്നുകൂടെ ശ്രദ്ധിച്ചു കൊള്ളണം. ചിലർക്ക് ചെറിയ രോഗങ്ങളും സാമ്പത്തിക നഷ്ടവും വന്നാൽ ഗ്രഹത്തിൻ്റെ ദോഷം എന്ന് പറയാറുണ്ട്. പക്ഷേ അത് നമ്മളുടെ ഗ്രഹസ്ഥിതിയുടെയും നിലയുടെയും അവസ്ഥകൾ അനുസരിച്ചായിരിക്കും അതിൻ്റെ ദോഷം. എങ്കിലും
ഗ്രഹത്തെ കൂടെ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ തെറ്റില്ല. എന്തെങ്കിലും പ്രേതാവസ്ഥകളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ, ഭൂമിക്ക് ദോഷങ്ങളുണ്ടെങ്കിലും തച്ചു വിദഗ്ധന്റെ അഭിപ്രായം അനുസരിച്ച് അത് നടത്തിക്കൊണ്ടുപോകുന്നത് ഉത്തമമാണ്. ഇവർ നേരത്തെ പറഞ്ഞതുപോലെ കല ശുക്രദശയിൽ ജനിക്കുകയാണ്. ശുക്രൻ അസുര ഗുരു എന്ന് പറയുന്നുവെങ്കിലും ഇവർ എല്ലാത്തിനും അവരുടേതായ കഴിവും ബലവും സത്യസന്ധതയും പുലർത്തും. പൊതുവെ ബുദ്ധിമാന്മാരായാണ് ഇവരെ കാണാറുള്ളത്. ഇവർ കല പിതാവും മാതാവും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു പ്രായം കഴിഞ്ഞാൽ കലയിൽ ഏതാണ്ട് താല്പര്യം കാണിക്കണമെങ്കിൽ അവരെ കലാകാരന്മാരാക്കാനും കലയിലേക്ക് കൊണ്ടുപോകാനും കലയിൽ വളർത്തിക്കൊണ്ടുപോകാനും ഇവരെ വളരെ ശ്രമിക്കണം. പൊതുവെ കലാകാരന്മാർക്ക്, കവികൾക്ക്, എഴുത്തുകാർക്ക്, രചന, അഭിനയം, വിദേശവാസം എന്നിവയ്ക്കെല്ലാം പൂരാട നക്ഷത്ര ജാതകർ പൊതുവെ പ്രാപ്തരും അതിൽ സംതൃപ്തി അടയുന്നവരുമായിരിക്കും. സാമ്പത്തികം ശ്രദ്ധിക്കുക. അതുപോലെ നിയമപരമായ കാര്യങ്ങളിൽ ഒപ്പിടുന്നതോ അല്ലെങ്കിൽ പണസംബന്ധമായ കാര്യങ്ങളിൽ ജാമ്യം നിൽക്കുന്നതോ എല്ലാം നിയമം നോക്കി അറിയാവുന്ന വിദഗ്ധരുടെ ചോദിച്ച് മാത്രമേ ഏർപ്പെടാവൂ. അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വന്നു ചേർന്നേക്കാം. കഴിവതും ദൂരസ്ഥലം വലിയ യാത്രകൾ വേണ്ട. ചെറിയ യാത്രകൾ നടത്തുകയും പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുകയും ഇവർക്ക് ചെയ്യേണ്ട കാലഘട്ടമാണ്. ഇവർ ഭയക്കും പോലെ വലിയ ദോഷങ്ങളൊന്നുമില്ല. വ്യാഴന്റെ മറവ് ആദ്യം അല്പ ദുരിതങ്ങൾ ഉണ്ടാക്കും, നേരത്തെ പറഞ്ഞുവല്ലോ. അതിൽ കവിഞ്ഞൊന്നും നാം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. രോഗത്തിന് പൊതുവെ ശമനം കൂടെ കിട്ടുന്ന കാലഘട്ടമാണ്. മുതിർന്നവർക്കും കൊച്ചുങ്ങൾക്കും മധ്യപ്രായമായവർക്കും കിടപ്പ് രോഗികൾക്കും പ്രായം അധികമുള്ളവർക്കും. ഇവർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. പിന്നെ ആദിത്യദശ, ചന്ദ്രദശ, പിന്നെ ചൊവ്വദശ, പിന്നെ രാഹുർദശ, പിന്നീട് വ്യാഴദശ, പിന്നീട് ശനിദശ. ഇങ്ങനെ ഇവരുടെ ദശാനാഥന്മാർ പോവുകയാണ്. പൊതുവെ ഇവർക്ക് ദശ അനുകൂലമാണെങ്കിൽ ഏറ്റവും പ്രൗഢമായ അവസരങ്ങളും അനുഭവങ്ങളും ഈ കാലഘട്ടങ്ങളിൽ കിട്ടും. വ്യാഴം മോശമായി നിൽക്കുന്നു എങ്കിലും അവർക്ക് ഫലങ്ങൾ സ്വല്പം കുറയും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവർ വിഷ്ണുവിനെ പൂർണ്ണമായി പൂജിക്കുകയും ശിവഭഗവാന് ജലധാര, മൃത്യുഞ്ജാർച്ചന മറ്റുള്ള നടത്തുകയും പൊതുവെ ഐക്യസൂക്തം, ഭാഗ്യസൂക്തം എന്നിവ നടത്തുകയും ഗ്രഹത്തിന് പൊതുവെ നല്ല ഐശ്വര്യം വരേണ്ട കാലഘട്ടം കൂടെ ആകുകയാണ്. കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തിനും അവരുടെ സന്തോഷത്തിനും യാതൊരു മങ്ങലുകളും ഉണ്ടാകുകയില്ല. അവർ പരസ്പരം സ്നേഹസമ്പന്നതയോടുകൂടി തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. പുണ്യ വിഷ്ണു ക്ഷേത്രങ്ങൾ, കൃഷ്ണക്ഷേത്രങ്ങൾ, നാഗക്ഷേത്രങ്ങൾ എന്നിവ ഇവർ ദർശിക്കുന്നത് ഉത്തമമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ താൽക്കാലികമായി നിർത്തുന്നു. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൂരാട നക്ഷത്ര ജാതകർക്ക് സർവ്വവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഒപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ധനു രാശിയിൽ പറഞ്ഞ മറ്റ് ജാതകർക്കും എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ശുഭം.